Hello, my dear students. Welcome to Business Regulations. നമ്മളുടെ 11ാമത്തെ സെഷനാണ്. നമ്മൾ ഓൾറെഡി 10ാമത്തെ സെഷനിൽ നമ്മൾ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്നുള്ള കാര്യം എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഈ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ അതിൽ പല രീതികളുണ്ട്, പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇഡിയറ്റ്സ് ആൻഡ് ലുനാറ്റിക്സ് ഇതിനെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇഡിയറ്റ്സ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ഒരു റാഷണൽ ജഡ്ജ്മെൻറ്റ് നടത്താൻ പറ്റാത്ത രീതിയിലുള്ള മെൻ്റൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മെൻ്റൽ പവർ കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ. ദേ ആർ ഇൻകേപ്പബിൾ ടു ഫോം റാഷണൽ ജഡ്ജ്മെൻറ്റ്സ്. എന്താണ് ഈ റാഷണൽ ജഡ്ജ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ കാര്യങ്ങൾ തിരിച്ചറിയില്ല, ഇന്നതാണെന്നുള്ളത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത സ്വബോധമില്ലാത്ത ആൾക്കാർ. അത് എന്താണ് നാച്ചുറലായിട്ടുള്ള ബുദ്ധിമാന്യം സംഭവിച്ചിട്ടുള്ളവർ, അവരെയാണ് നമ്മൾ ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്, നാച്ചുറൽ ഫൂൾ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് അവർ ജനിക്കുമ്പോൾ തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു സ്വഭാവമായിട്ടായിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർക്ക് മനസ്സിലാക്കാനുള്ള പവർ ഉണ്ടായിരിക്കില്ല. സോ അങ്ങനെയുള്ളവരായിട്ട് ഒരു എഗ്രിമെൻറ്റ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇൻവാലിഡ് ആയിരിക്കും. നെസസിറ്റിക്ക് വേണ്ടിയിട്ട്, ലൈഫിൻ്റെ നെസസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റ്സ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, മറ്റതെല്ലാം വോയിഡാണ്. പിന്നെ വരുന്നത് ലുനറ്റിക്സ് ആണ്. ലുനറ്റിക്സ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ പവർ ഉള്ള ആൾക്കാരാണ്, പക്ഷേ ചില മെൻ്റൽ സ്ട്രെയിൻ കാരണം അവർ അത് നഷ്ടപ്പെട്ട ആൾക്കാരെയാണ് നമ്മൾ ലുനറ്റിക്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് താൽക്കാലികമായിട്ട് അവർക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടുള്ളവരെയാണ് ലുനറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഇഡിയസി എന്നല്ല ഇതിനെ പറയുക, അല്ലേ? നമ്മുടെ ഇഡിയറ്റ്സിനെ പോലെ അവർ സ്ഥിരമായിട്ട് ബുദ്ധിഭ്രമം ഉള്ളവരല്ല, താൽക്കാലികമായിട്ടാണ്. അപ്പോൾ ചില സമയത്ത് അവർ നല്ല ക്ലിയർ ആയിരിക്കും, ചില സമയത്ത് അവർ മെൻ്റലി ഇല്ലായിരിക്കും. ഓക്കെ, അപ്പം ഓരോ ഇൻ്റർവെൽസ് ഓഫ് സാനിറ്റി ആൻഡ് ഇൻ്റർവെൽസ് ഓഫ് ഇൻസാനിറ്റി, ബോധമുള്ള സമയം ഉണ്ടാവും, ബോധമില്ലാത്ത സമയം ഉണ്ടാവും അവർക്ക്. അപ്പോൾ ചില സമയത്ത് നല്ല നോർമൽ പേഴ്സണെ പോലെ ബിഹേവ് ചെയ്യുന്നുണ്ടാവും, ചില സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുകൾ ബുദ്ധിഭ്രമം സംഭവിച്ചുള്ള രീതിയിൽ പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയുള്ള ലുനറ്റിക്സിന് ആ സൗണ്ട് മൈൻഡുള്ള ആ ഒരു ഇൻ്റർവെൽ, ആ പീരീഡിനെ നമ്മൾ ലൂസിഡ് ഇൻ്റർവെൽസ് എന്നാണ് പറയുക. അപ്പം ഒരു ലുനറ്റിക്സിന് ലൂസിഡ് ഇൻ്റർവെൽ ടൈമിൽ സൗണ്ട് മൈൻഡുള്ള സമയത്ത് ആൾക്ക് ഏത് എഗ്രിമെൻറ്റിലും എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. അങ്ങനെ ലൂസിഡ് ഇൻ്റർവെല്ലിൽ ലുനറ്റിക്സ് എൻ്റർ ചെയ്യുന്ന ആ എഗ്രിമെൻറ്റിനെ നമ്മൾക്ക് വാലിഡായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാതെ ഈ പറയുന്ന ഇൻസാനിറ്റി, അത്രയും ബുദ്ധിഭ്രമമുള്ള സമയത്താണെങ്കിൽ ഒരിക്കലും ആ സമയത്ത് ആൾക്ക് ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല. അത് അങ്ങനെ ചെയ്താൽ അത് വോയിഡായിരിക്കും. ഓക്കെ, നമ്മളുടെ അൺസൗണ്ട് മൈൻഡ് പേഴ്സൺസിൻ്റെ വിഭാഗത്തിൽ തന്നെയാണ് ഡ്രങ്കൺ പേഴ്സൺസും വരുന്നത്. ഈ ഡ്രങ്കൺ പേഴ്സൺസ് എന്ന് പറയുന്നത് ലുനറ്റിക്സിനെ പോലെ തന്നെയാണ്. അതായത് അവർ ഇൻടോക്സിക്കേഷൻ, അതായത് ഈ ആൽക്കഹോൾ കൺസപ്ഷൻ ആകുമ്പോൾ അവർ ഇൻസൈനിറ്റി, ബോധമില്ലാത്തൊരവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പം നമ്മളുടെ ലുനറ്റിക്സിനെ പോലെ തന്നെയാണ് ഇവരും. ബോധമുള്ള സമയം ഉണ്ടാവും, ബോധമില്ലാത്ത സമയം ഉണ്ടാവും. അപ്പം ഈ ഇൻടോക്സിക്കേഷനുള്ള സമയത്ത് ഡ്രങ്കൺ പേഴ്സൺസിന് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റിനെ വോയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഡ്രങ്കൺ പേഴ്സൺ ഇസ് സിമിലർ ടു ലുനറ്റിക്സ് എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് ലൂസിഡ് ഇൻ്റർവെൽസിൽ, അതായത് ബോധമുള്ള സമയത്ത് എന്ത് ചെയ്യാം, അവർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. ഇന്ത്യൻ ലോയിൽ ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് ലുനറ്റിക്സിനായാലും ഡ്രങ്കൺ പേഴ്സൺസ് ആയാലും അവർ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്റ്റ് വോയിഡബിൾ ആണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ലോയിൽ അത് വോയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മുടെ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ ഫ്രം കോൺട്രാക്ട്, നിയമമായിട്ട് അവർ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ പറയുന്നതാണ് ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസിഡേഴ്സ്. അതായത് വിദേശ പരമാധികാരത്തിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ പ്രതിനിധികൾ, അംബാസിഡേഴ്സ് പ്രതിനിധികൾ, രാജ്യപ്രതിനിധികളാണ് അംബാസിഡേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ചില നിയമം ചില സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ലോയിൽ ഈ പറഞ്ഞ ഫോറിൻ സോവറിൻസ്, പരമാധികാരത്തിലുള്ള പരമാധികാരത്തിലുള്ള ആൾക്കാർ, വിദേശീയരായിട്ടുള്ള പരമാധികാരത്തിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ നമ്മളുടെ രാജ്യ പ്രതിനിധികൾക്കും
അവർക്ക് ചില പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ കോൺട്രാക്ട് ലോയിനെ കുറിച്ച് പറയുന്നത്. അതായത് അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം, അവരെ നിയമപരമായിട്ട് എൻഫോഴ്സ് ചെയ്യാം, പക്ഷേ അവർ ആ കോർട്ടിൻ്റെ നിയമപരിധിയിൽ വന്നിരിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് അവരെ ഒരു കോൺട്രാക്റ്റിൽ, വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. നമ്മുടെ സുൽത്താൻ ഓഫ് ജോഹർ അല്ലേ, ജോഹറിലെ സുൽത്താൻ ഇംഗ്ലണ്ടിൽ താമസിക്കുകയാണ്. അവിടെ അദ്ദേഹം ആൽബർട്ട് എന്നുള്ള പേരിലാണ് താമസിക്കുന്നത്. അവിടെ ഇംഗ്ലണ്ടിൽ ലൂസി എന്നുള്ള ഒരു പെൺകുട്ടീനെ മാരി ചെയ്യാനായിട്ട് അദ്ദേഹം അഗ്രി ചെയ്യാണ്. പക്ഷേ പിന്നീട് ലൂസീനെ മാരി ചെയ്യുന്നതിൽ നിന്നും ആൽബർട്ട് റിഫ്യൂസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ലൂസി എന്ത് ചെയ്തു, ഡാമേജസിന് ആൽബർട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യുന്നു. പക്ഷേ കോർട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ഒരു ഫോറിൻ സോവറിനാണ്, ഒരു വിദേശ പരമാധികാരത്തിലുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം. കാരണം ഇംഗ്ലണ്ടിൽ നിയമപരിധിയിൽ വരുന്നതല്ല ഈ പറയുന്ന ഫോറിൻ സോവറിൻ, അതുകൊണ്ടാണ്. ഇന്ത്യൻ ലോ അനുസരിച്ച് നമ്മുടെ ഫോറിൻ സോവിനേഴ്സ് അല്ലെങ്കിൽ അംബാസിഡേഴ്സ് ഇവർക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. അതുപോലെ ഇന്ത്യൻ കോർട്സിൽ അവർ എൻഫോഴ്സ് ചെയ്യാം, പ്രൊവൈഡഡ് അവർക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്ത്യൻ ലോ പറയുന്നത്. ഇനി അലൈൻ എനിമീസ്. അലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ കൺട്രിയിലുള്ള ഒരു സിറ്റിസനെയാണ് നമ്മൾ അലൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ അലൈൻ ചിലപ്പോൾ നമുക്ക് അലൈൻ ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ അലൈൻ എനിമി ആവാം. അതായത് ഇപ്പം നമ്മളുടെ ഇന്ത്യയായിട്ട് ഒരു ഫോറിൻ കൺട്രിയിലുള്ള ഒരാളെ നമ്മൾ അലൈൻ എന്ന് പറയുന്നു. അപ്പം ആ ഫോറിൻ കൺട്രിയും നമ്മൾ ഇന്ത്യയായിട്ട് തമ്മിൽ ഒരു നല്ല ഒരു സൗഹാർദ്ദമാണെങ്കിൽ ആ ഫോറിനറിനെ നമ്മൾ അലൈൻ ഫ്രണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇന്ത്യയും ഒരു കൺട്രിയും തമ്മിൽ വാറിലാണെങ്കിൽ ആ ഫോറിനറിനെ നമ്മൾ അലൈൻ എനിമി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കൺട്രിയായിട്ട് ഇന്ത്യ വാറിൽ ഏർപ്പെടാണ്, അല്ലെങ്കിൽ വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അലൈൻ കൺട്രിയായി, അതിലുള്ള ഫോറിനേഴ്സ് നമ്മുടെ അലൈൻ എനിമിയായി. അപ്പോൾ അതുകൊണ്ട് ഈ അലൈൻ കൺട്രിക്ക് ഈ വാർ ഡിക്ലെയർ ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ അലൈൻ കൺട്രിയിലുള്ള ഏതെങ്കിലും ഫോറിനറായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റൊക്കെ സസ്പെൻഡ് ആവുകയും അതങ്ങനെ ഡിസോൾവ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അലൈൻ എനിമീസിൻ്റെ കേസിൽ. പിന്നെ ഈ വാറ് തുടർന്നു കൊണ്ട് പോകുന്ന സമയത്ത് അലൈൻ എനിമീസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റിൽ, ഒരു ഇന്ത്യൻ സിറ്റിസണുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റ് ഇന്ത്യൻ കോർട്ടിൽ നമുക്ക് ക്ലെയിം ചെയ്യാനും പറ്റില്ല. അത് മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിയമം അനുസരിച്ചിട്ട് ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ കോർപ്പറേഷനോ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. നമുക്കറിയാം, ഒരു കമ്പനി എന്ന് പറയുന്നത് നിയമമായിട്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. അതിന് ഫിസിക്കലായിട്ടുള്ള എക്സിസ്റ്റൻസ് ഇല്ല, ലീഗലായിട്ടുള്ള എക്സിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അത് ഹ്യൂമൻ ഏജൻസീസ് വഴിയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മുടെ ഡയറക്ടേഴ്സ്, മാനേജേഴ്സ്, അങ്ങനെയുള്ള ഹ്യൂമൻ ഏജൻസി വഴിയാണ് ഒരു കമ്പനി എന്ത് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കമ്പനിയുടെ എതിരായിട്ടും തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പം അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ പരിധിയിൽ വരുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾക്ക് ഏർപ്പെടാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം. അതിൽ കമ്പനിയുടെ സീൽ ഉണ്ടായിരിക്കണം. കമ്പനിക്ക് അവരുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ലിമിറ്റിൻ്റെ ഉള്ളിലുള്ള പവർ മാത്രമേ ആ കോൺട്രാക്റ്റിൽ കിട്ടുള്ളൂ. അതിന് ബിയോണ്ട് ആയിട്ടുള്ള എന്ത് കാര്യത്തിന് കമ്പനി കോൺട്രാക്റ്റ് ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വോയിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി പ്രൊഫഷണൽസ്, നമ്മുടെ ഇംഗ്ലീഷ് ലോയിൽ പറയുന്നത് ഇംഗ്ലണ്ടിൽ ബാരിസ്റ്റേഴ്സ്, അതായത് നമ്മുടെ നിയമപാലകരായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഇപ്പം അവരുടെ പ്രൊഫഷണൽ മാറ്റേഴ്സിനും അവർക്ക് ഒരിക്കലും തന്നെ കോൺട്രാക്റ്റ് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്ലയൻറ്റിന് വേണ്ടി ഒരു വക്കീൽ വാദിച്ചു, ആ ക്ലയൻറ്റ് ഫീസ് കൊടുക്കാതെ പോയാൽ ആ ക്ലയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ വക്കീലിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത്.
പക്ഷേ നമ്മളുടെ ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെയില്ല. ഏത് പ്രൊഫഷണൽസിനും എങ്ങനെയുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ. സോ ഇവിടെ ഇംഗ്ലീഷ് ലോയിൽ ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ബാരിസ്റ്റേഴ്സ്, വക്കീലുമാർക്ക് അങ്ങനെ ഒരു സംഭവം, അതായത് ഇപ്പോൾ ക്ലയൻറ്റ് ഫീസ് കൊടുക്കാതെ പോയാൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പം നിയമം പറയുന്നത് അവർ ഈ പ്രൊഫഷണലായിട്ട് ലോയേഴ്സായിട്ടുള്ളവർ അവരുടെ ഡ്യൂട്ടിയാണ് ഒരു ക്ലയൻറ്റിന് വേണ്ടി വാദിക്കുക എന്നുള്ള രീതിയിലാണ് അവരെ ക്ലെയിം ചെയ്യാതെ വിടുന്നത്. ഇനി കുറ്റവാളികൾ അവർ കുറ്റം വിചാരണയുള്ള സമയത്ത് അവർക്കൊരിക്കലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പറ്റില്ല. ആ സമയത്ത് അവരെങ്ങനെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വോയിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ്. ഇനി അവരുടെ ഒരു കുറ്റം അവരെ കുറ്റവിമുക്തമാക്കി കഴിഞ്ഞാൽ, അവർ ഫ്രീ ആയി കഴിഞ്ഞാൽ അവർ നോർമലായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് എന്താണ്, അവരുടെ ആ ഒരു ഇൻകപ്പാസിറ്റി ആ ഒരു സമയത്ത് അവർക്ക് അത് ഡിസപ്പിയർ ആയിട്ട് അവർക്ക് നോർമലായിട്ടൊരു കോൺട്രാക്റ്റിൽ പിന്നീട് ഏർപ്പെടാം. ഇനി ഇൻസോൾവെൻ്റ് ഓർ ബാങ്ക്രപ്റ്റ്സ്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അയാളുടെ അസറ്റ്സിലും കൂടുതലായിട്ടുള്ള ഡെപ്സ് വന്നാൽ അത്തരത്തിലുള്ള വ്യക്തികളെയാണ് നമ്മൾ ഇൻസോൾവെൻ്റ് ആയിട്ട് കമ്പീറ്റൻ്റ് ആയിട്ടുള്ള കോർട്ടുകൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പറയുന്ന ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ബാങ്ക്രപ്റ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലും, പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യത്തിലും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റ് വോയിഡാണ്. അത് ലോ ഓഫ് ഇൻസോൾവൻസി എന്നുള്ള രീതിയിലാണ് അങ്ങനെയുള്ള വ്യക്തികളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്. പിന്നെ വിമൻ, നമ്മുടെ ഇന്ത്യയിൽ വിമന് എല്ലാ റൈറ്റ്സും പ്രോപ്പർട്ടീസ് ഈ പറയുന്ന കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ടുള്ള റൈറ്റ്സും കിട്ടുന്നുണ്ട്. അവർക്ക് ഈ പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ മെന്ന് എങ്ങനെയൊക്കെയുള്ള റൈറ്റ്സ് ഉണ്ട് അതേ റൈറ്റ്സ് അവർക്കും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. യാതൊരു ഡിസ്റ്റിങ്ഷൻസും യാതൊരു വ്യത്യാസവും അവിടെ വരുന്നില്ല. രണ്ടുപേർക്കും ഈക്വൽ കപ്പാസിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. നിയമത്തിന് മുമ്പിൽ രണ്ടുപേരും തുല്യരാണ്.